ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു സ്വീറ്റ് ലെമൺ പിക്കിൾ എങ്ങനെ ഇടുന്നതെന്നാണ് നിങ്ങളോട് ഞാൻ കാണിക്കാൻ പോകുന്ന വീഡിയോ. അതൊരു ഷോർട്ട് വീഡിയോ ആണ്. അതിനകത്തേക്ക് സ്വീറ്റ്നെസ്സിന് വേണ്ടി ഷുഗർ അല്ല ചേർക്കുന്നത്, നമ്മുടെ ഡേറ്റ്സ് ആണ്. നിങ്ങൾക്ക് വീട്ടിൽ ഡേറ്റ്സ് അവൈലബിൾ ആയിട്ടില്ലെങ്കിൽ റൈസിൻസും ഉപയോഗിക്കാം, കറുത്ത റൈസിൻസ്. അത് വിനീഗറിനകത്ത് സോക്ക് ചെയ്ത് വെക്കണം കുറച്ച് നേരത്തേക്ക്, അതൊന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടി. അപ്പം ഡേറ്റ്സ് ആകുമ്പോൾ ഡേറ്റ്സ് ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞു വെച്ച് ഈ മൊത്തം ഡേറ്റ്സ് അരിഞ്ഞു വെച്ചത് ഞാൻ ഹാഫ് ഇതിൽ നിന്ന് എടുത്തിട്ട്, ഇത് ഞാൻ പറഞ്ഞല്ലോ അത് വിനീഗർ ഒഴിച്ച് സോക്ക് ചെയ്ത് വെക്കണമെന്ന്. ഇതിൽ നിന്നും ഹാഫ് എടുത്തിട്ട് നമ്മൾ ഒരു മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അതാണ് ഈ ലെമണുമായിട്ട് ചേർന്ന് സ്വീറ്റ്നെസ് കൊടുക്കുന്നത്. ഇനി ബാക്കി കുക്ക് ചെയ്യുമ്പോൾ ഇതിൽ ചേർക്കുന്ന മസാലകളെല്ലാം കാണും. ഇത് നമ്മളുടെ ലെമണ് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഉപ്പും ഒരു കുറച്ച് വിനീഗറും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇത് ഡേറ്റ്സ് ഞാൻ കാണിച്ചായിരുന്നല്ലോ, ആ ഡേറ്റ്സിൽ വിനീഗർ ചേർത്ത് അതൊന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടി വെച്ചു. അതിൽ നിന്നും ഹാഫ് എടുത്ത് ഞാൻ ഒരു മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് വെച്ചേക്കുവാണ്. ഇത് എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ഡേറ്റ്സ് അലിയാൻ കുറച്ച് ദിവസം എടുക്കും. അപ്പോൾ നമുക്ക് ഉടനെ ഈ ലെമൺ പിക്കിൾ ഉണ്ടാക്കി കഴിഞ്ഞ് ഉപയോഗിക്കാൻ വേണ്ടി ഈ വിധം ചെയ്താൽ നല്ല സോഫ്റ്റായിട്ടും, ഇതിന് പ്രത്യേകിച്ച് വേറെ സ്വീറ്റ്നെസ്സിന് വേണ്ടി ഷുഗർ ഒന്നും ചേർക്കേണ്ടി വരത്തില്ല. ഇതിൽ നിന്നും ഉള്ള മധുരം നല്ല ലെമണും കൂടെ ചേരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഒരു പാൻ അടുപ്പിൽ വെച്ച് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു, 2 സ്പൂൺ എണ്ണ ഒഴിച്ചു. ഈ എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ആ കടുകൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ കുറച്ച് മുഴുവനോടെയുള്ള ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ അതിലേക്ക് ഇട്ടു, അതിനോടൊപ്പം കരിയാപ്പിലയും കൂടി ഇട്ടു. പിന്നെ ഒരു കറി വെച്ച് അതൊന്ന് ഇളക്കാം. ആ ഉലുവ ഒന്ന് പച്ചമണം മാറി നല്ല മണമൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ നമ്മൾക്ക് മസാലകൾ ചേർക്കാം. അതിന് വേണ്ടി 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, അതിന് ഓൾറെഡി നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞിട്ട് ആണ് നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചി, വെളുത്തുള്ളി, ഒരു 5 പച്ചമുളക് അരിഞ്ഞ് വെച്ചേക്കുന്നത്, പച്ചമുളകും കൂടെ ചേർക്കാം. ഇതെല്ലാം കൂടെ നല്ലൊരു മണം വരുന്നുണ്ട്. ഇപ്പോൾ ഇത് നല്ലതായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി നല്ലവണ്ണം ഒന്ന് വഴന്ന് കഴിയുമ്പോഴാണ് അടുത്തത് നമ്മൾക്ക് പച്ചമുളക് 5 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. എന്നാലും 1.5 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തത്. ഇവിടെ പിക്കിളിന് ഒരുപാട് എരിവ് ഉള്ളത് അത്ര ഇഷ്ടമല്ല. നമുക്കിത് സ്വീറ്റ് ലെമൺ പിക്കിളാണല്ലോ, അപ്പോൾ ഒരുപാട് നമ്മൾക്ക് എരിവുള്ളത് നല്ലതായിരിക്കില്ല. അതോടൊപ്പം കുറച്ച് നമ്മൾ മുഴുവൻ ഉലുവ ചേർത്തെങ്കിലും ഒരു ചെറിയ സ്പൂണ് ഉലുവാപ്പൊടിയും കൂടെ ചേർക്കണം. ഇനിയും ആണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ലെമൺ ചേർക്കുന്നത്. ഈ ലെമണിനകത്ത് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇനിയും ലാസ്റ്റിൽ ഉപ്പ് നോക്കിക്കഴിഞ്ഞ് വേണ്ടിയ ഉപ്പ് ചേർക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ഫ്ലെയിം വളരെ ലോ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചേക്കുന്നത്. ഇനിയും ഈ മസാലയെല്ലാം ഈ ലെമണിലൊന്ന് നല്ലവണ്ണം ചേർത്തെടുക്കണം. അത് കഴിയുമ്പോൾ നമുക്കിനിയും ഈന്തപ്പഴം ചേർക്കാം. ഈന്തപ്പഴം ചേർത്ത് നമ്മൾ ഈ ലെമണുമായിട്ടൊന്ന് യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് ഒരു 3 മിനിറ്റ്
നമ്മൾ ഒന്ന് അടച്ചു വെക്കണം. അടച്ചു വെക്കുമ്പോൾ കുറേ കൂടെ ഇനി ഇതിൽ നിന്നും വെള്ളം ഇറങ്ങും, ഇതിൻ്റെ ആ ജ്യൂസ് ഇറങ്ങും. അപ്പം നമുക്ക് അത് കഴിയുമ്പോൾ നമുക്ക് ഇതിൽ ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോ എന്ന് ഒന്ന് നോക്കണം. അപ്പോൾ നമ്മൾ ഒരടപ്പ് വെച്ച് ഒരു 3 മിനിറ്റ് ഇനി ഇതൊന്ന് അടച്ചു കൊടുക്കണം. വളരെ ലോ ഫ്ലെയിമിലാണ് തീ വെച്ചേക്കുന്നത്. അപ്പോൾ 3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് അടപ്പ് തുറന്ന് നോക്കാം. ഓ, നല്ല ആവശ്യത്തിന് ആ ലെമണിൽ നിന്നുമുള്ള ജ്യൂസൊക്കെ ഇറങ്ങി നല്ല മണമുണ്ട്. ഇപ്പോഴേ നല്ല അച്ചാറിൻ്റെ ആ ഉലുവാപ്പൊടിയുടെയും മസാലകളൊക്കെ ചേർത്തതിൻ്റെ നല്ല. ഇനിയും ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കഴിഞ്ഞ് നമുക്കിതിൻ്റെ ഉപ്പൊന്ന് നോക്കണം. ഉപ്പ് എല്ലാം ഉണ്ട്. ഞാൻ പറഞ്ഞിരുന്നല്ലോ, ആ ലെമണിൽ ഞാൻ ഉപ്പ് ചേർത്താണ് വെച്ചത്. ഉപ്പും കുറച്ച് വിനീഗറും കൂടെ ചേർത്താണ് ലെമൺ കട്ട് ചെയ്ത് വെച്ചത്. അതുകൊണ്ട് ആവശ്യത്തിന് ഉപ്പുണ്ട്. ഞാൻ ആ ഡേറ്റ്സ് ഒന്ന് മിക്സിയുടെ ജാറിൽ ബ്ലെൻഡ് ചെയ്ത് ഇട്ടുകൊണ്ട് ആ സ്വീറ്റ്നെസ് ആവശ്യത്തിൽ അധികം ഈ ലെമണിലേക്ക് തിരിച്ച് നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി അടുപ്പിൽ നിന്നും മാറ്റി വെച്ച ശേഷം നമുക്ക് മറ്റൊരു ഉണങ്ങിയ പാത്രത്തിലേക്ക് ഇത് മാറ്റിയിട്ട് കാണിക്കാം. അപ്പോൾ ഇതാണ് ഫൈനൽ സ്റ്റേജ് സ്വീറ്റ് ലെമൺ പിക്കിള്. നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇത് തണുത്ത് കഴിയുമ്പോൾ നല്ല ഒട്ടും നനവില്ലാത്ത ഒരു കുപ്പിയിലാക്കി ഇത് വെളിയിൽ വേണമെങ്കിൽ സൂക്ഷിക്കാൻ. കാര്യം ഇതിലൊട്ടും വെള്ളം ഒന്നും ചേർത്തിട്ടില്ല. അല്ലെങ്കിൽ കൂടുതൽ സേഫായിട്ടിരിക്കാൻ വേണ്ടി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത്.